നമസ്കാരം. ഇന്നത്തെ ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് ഇത് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,421ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം നടത്തിയ ദിനം മുതൽക്കാണ് കലി തുടങ്ങിയിട്ടുള്ളത് എന്നാണ്. അന്നേ ദിവസം മുതൽക്ക് എണ്ണിയ അനുസരിച്ചാണ് ഈ 18,72,421 ഈ ദിവസം വരുന്നത്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷ കണക്കനുസരിച്ച് 1200 ആണ്ട് കർക്കിടക മാസം 14-ാം തീയതിയാണ്. ശകവർഷം 1947 ശ്രാവണ മാസം 8-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ജൂലൈ മാസം 30-ാം തീയതിയാണ്. ഇത് ശുക്ലപക്ഷമാണ്. ശുക്ലപക്ഷത്തിലെ ഷഷ്ടി തിഥിയാണ്. കരണം പന്നിക്കരണമാണ്. നിത്യയോഗം സിദ്ധനാമ നിത്യയോഗമാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് അത്തം നക്ഷത്രമാണ് ഉദയത്തിന് വരുന്നത്. ഞാറ്റുവേല പൂയം ഞാറ്റുവേല തന്നെയാണ്. ഇന്ന് ദിവസം ബുധൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:17:29 ഉദയം സംഭവിക്കുന്നത്. അസ്തമയം വൈകിട്ട് 6:43:13 അസ്തമയം സംഭവിക്കുന്നു. മധ്യകേരളത്തിലേതാണ് ഈ ഉദയാസ്തമയങ്ങൾ പറയുന്നത്. ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസം ഉത്തര ദക്ഷിണ കേരളത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഇന്ന് ദിനമാനം വരുന്നത് 12 മണിക്കൂർ 25 മിനിറ്റ് 44 സെക്കൻഡാണ്. പകലിൻ്റെ ദൈർഘ്യത്തിനാണ് ദിനമാനം എന്ന് പറയുന്നത്. ഈ ദിനമാനം ക്രമേണ കുറഞ്ഞുകൊണ്ട് വരുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇത് ദക്ഷിണായന കാലമാണ്. ദക്ഷിണായനം കൂടുതൽ മുന്നോട്ട് പോകും തോറും ഈ പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരും. ഇന്ന് രാഹുകാലം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 12:30 തുടങ്ങി 2:03 വരെ ഉള്ള സമയത്താണ് രാഹുകാലം ഉണ്ടാവുന്നത്. ഗുളികകാലം രാവിലെ 10:37 തുടങ്ങി 12:30 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് രാവിലെ 7:50 തുടങ്ങി 9:23 വരെയുള്ള സമയത്താണ്. രാഹു ഗുളിക യമകണ്ഠക കാലങ്ങൾ പൊതുവെ ശുഭകർമ്മങ്ങൾക്ക് നിഷിദ്ധമാണ്. യാത്ര പോകുന്നതും മറ്റും ആ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് കുംഭക്കൂറുകാർക്കാണ്. അവിട്ടം ചതയം പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇന്ന് 8ാം ഭാവത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാണ്. ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അവിട്ടം ചതയം പൂരൂരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അനുകൂലമായിട്ടുള്ള ദിവസമല്ല. പുതിയതായ എന്തെങ്കിലും തുടങ്ങുക അല്ലെങ്കിൽ ശുഭാരംഭത്തിന് വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെയും ഇന്ന് വർജിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:06 മുതൽക്ക് 12:28 വരെയും 12:32 മുതൽ 12:54 വരെയുമാണ്. 12:06 മുതൽ 12:54 വരെയുള്ള സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. അതിൽ മധ്യത്തിൽ 4 മിനിറ്റ് സന്ധി ഒഴിവാക്കാറുണ്ട്. ഇന്ന് ഉദയത്തിന് വരുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രം പൊതുവെ ശുഭകാര്യങ്ങൾക്ക് നല്ലതാണ്. യാത്ര, വിദ്യാരംഭം, അതുപോലെ വിവാഹം നടത്തുന്നതിന് പുതിയ ഭൂഷണം ധരിക്കുക, സ്വർണ്ണാഭരണങ്ങളും മറ്റും ധരിക്കുന്നത്, അതുപോലെ ഗൃഹാരംഭത്തിന്, ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠാദി കർമ്മങ്ങൾക്കൊക്കെ അത്തം നക്ഷത്രം അനുകൂലമായിട്ടുള്ളതാണ്. തിഥി വരുന്നത് ഷഷ്ടി തിഥിയാണ്. ഇതും ശില്പ വാസ്തുകർമ്മങ്ങൾക്കും ആഭരണാദികൾ ധരിക്കുന്നതിനും ഒക്കെ നല്ലതാണ്. അതുപോലെ യുദ്ധാരംഭത്തിനും നല്ലതാണ്. ഇന്നത്തെ ശുഭദിന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ശ്രീരാമചന്ദ്രൻ അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.